അബദ്ധത്തിൽ എൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് കൈപ്പിഴ വന്നെങ്കിലേ ഉള്ളൂ. മക്കളെ മനഃപൂർവ്വം കൊല്ലൂല. എൻ്റെ പൊന്നു മോൻ വെള്ളം പോലും കുടിച്ചാന്ന് എനിക്കറിയില്ല. അത്രമേൽ ആവശ്യതയായി എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തെല്ലാം അടിച്ച് പൊട്ടിച്ചിരിക്കുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തെല്ലാം ഒടിഞ്ഞതാണെന്ന് അറിയില്ല. ഇങ്ങനെ കുമ്പിട്ട് കിടന്ന് വലിച്ച് പോലീസറമ്മൽ വലിച്ചെടുത്തോണ്ട് പോകുന്ന രംഗമാണ് കണ്ടത്. നമ്മ കൊല്ലാൻ വേണ്ടി ഒരിക്കലും ചെയ്യില്ല. അത് ഏത് അഗ്നിയിൽ വേണമെങ്കിലും ഞാൻ കൈയിടാം, തീയില് കൈ വിട്ട് വേണമെങ്കിലും ഞാൻ സത്യം ചെയ്യേ. എൻ്റെ പൊന്നുമോൻ കൊല്ലാൻ വേണ്ടി ചെയ്യില്ല. ഇനി കൊലയാളിയുടെ അമ്മയാണ് സഹോദരിയാണ് എന്ന് അവരെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പുറത്തെ ഇറങ്ങിയില്ലേ. അവര് നമ്മളെ വിരട്ടിയിട്ടൊക്കെ പോയത് വന്ന് മനഃപൂർവ്വം പറയാത്തയാണ് എന്നൊക്കെ ഉള്ള ഇതൊക്കെയാണ് ഞങ്ങളെ പറയുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ അവരെന്ത് തെറ്റ് ചെയ്ത് അതുപോലും നാട്ടുകാരും പോലീസും തിരിച്ചറിയുന്നില്ലല്ലോ എന്നാണ്. ചുള്ളിക്കമ്പ് ഓടിച്ചാണ് ഈ കുഞ്ഞിനെ അടിക്കുന്നത്. ഒരടിയോ രണ്ടടിയോ അതിൽ കൂടുതൽ അവൾ കൊടുക്കുന്നത് കണ്ടിട്ടില്ല. അതേപോലെ അവനും അങ്ങനെ തന്നെ ചെയ്യുന്നു. അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അനുഭവിക്കട്ടെ, അത്രയല്ലേ പറയാൻ പറ്റൂ. എൻ്റെ മോളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഇതേപോലെ ആമിനായ വിളിച്ചിറക്കി കൊണ്ടുവരെയാണ്, കൂട്ടത്തിൽ ഞാനും ഉണ്ട്, അഷ്കർ പോയ കൂട്ടത്തിൽ ഞാനും ഉണ്ട്, വിളിച്ചിറക്കി കൊണ്ടുവരെയാണ്. ഇതിൽ കൊച്ചിനെ ചവിട്ടി 7 വാരിയെല്ലാം ഒടുങ്ങുന്ന 9 വാരിയെല്ലാം ഒടുങ്ങുന്ന എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ സത്യമുണ്ടോ എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നമ്മളെ വീട്ടിൽ വന്നതിനൊക്കെ നല്ലതുപോലെയാണ്. ഞങ്ങൾ ഈ 3.5 മാസം കൊണ്ടും ആ കുട്ടിയെ കണ്ടെടുത്തോളം അവൾ നല്ലതാണ്. പിന്നെ ബാക്കിയുള്ളവർ നാട്ടുകാർ പറയും പോലെ അവളെ തെറ്റായ രീതിയിലൊന്നും കണ്ടിട്ടില്ല. അപ്പോഴും ഞാൻ ഈ വീട്ടിലാണ്. അഖില അവിടെ വരെയും പോവുകയും ചെയ്യുമ്പോൾ ഒക്കെ ഞാൻ ഈ വീട്ടിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ മോളയിൽ ചോദിക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്, അഖില അവിടെ ഉണ്ടാ പോയാന്ന് ഞാൻ ചോദിക്കും. അപ്പോഴും ഇവള് പറയും, അമ്മ അവള് പോണ ദിവസങ്ങളിൽ അവള് പറയും, അമ്മ പോയി, കൊച്ചും തള്ളയിട്ട് പോയി എന്ന് പറയും. എന്നിട്ട് രാവിലെ അവർ വരും. ചില ദിവസങ്ങളിൽ, അത് എന്നും വരില്ല, പല ദിവസങ്ങളിലും വരും. വന്നങ്ങനെ വന്നിട്ട് പിന്നെ ആയപ്പോൾ അവള് പോവില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്തടി അവിടെ നിന്ന് പോവാൻ പറയാത്ത നീ? അത് അവനും കൂടെ വാടകയ്ക്ക് കൊടുക്കണല്ലേ ഉമ്മ, വാടക കൊടുക്കണല്ലേ ഉമ്മ, അപ്പം ഞാൻ എങ്ങനെ അവരെ പോവാൻ പറയും എന്ന് എൻ്റെ മോളെ എൻ്റെ ചോദിച്ചു. അങ്ങനെ പിന്നെ അവരവിടെ താമസമായി. കാരണം അവളെ സ്വഭാവത്തിനും നമ്മളടുത്ത് അങ്ങനെ വേറെ രീതിയിലൊന്നും കാണിക്കുന്നില്ല. അവളെ സഹകരണവും സ്വഭാവവും നമ്മളെ വീട്ടിൽ വന്നതിനൊക്കെ നല്ലതുപോലെയാണ്. ഞങ്ങൾ ഈ 3.5 മാസം കൊണ്ടും ആ കുട്ടിയെ കണ്ടെടുത്തോളം അവൾ നല്ലതാണ്. പിന്നെ ബാക്കിയുള്ളവർ നാട്ടുകാർ പറയും പോലെ അവളെ തെറ്റായ രീതിയിലൊന്നും കണ്ടിട്ടില്ല. അവള് ഒരമ്മയുടെ സ്ഥാനത്ത് തന്നെ എന്നെ കാണുന്നത്, എൻ്റെ മോളെ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് തന്നെ കണ്ടത്. അപ്പം ചെയ്തതും കണ്ടതും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കൊച്ചിനോട് കൊച്ചിനോടും സ്നേഹമുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും സ്നേഹമുണ്ട്. പിന്നെ ഇവൻ വീഴാന്ന് പറഞ്ഞിട്ട് വീട്ടിന്റെ മണ്ടയിലൊക്കെ റോഡിലൊക്കെ കയറിപ്പോ കളയും. അപ്പോഴൊക്കെ ചെന്ന് പിടിച്ചു കൊണ്ടൊന്ന്, അവർക്ക് വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ. ഈ കുഞ്ഞ് മാത്രം രാവിലെ മോള് സ്കൂളിൽ പിള്ളേർ രണ്ടുപേരും പള്ളിയിലും ഇതിനുമായിട്ട് ട്യൂഷനും ഒക്കെ പോകുമ്പോൾ പിന്നെ അവിടെ നോക്കാൻ ആരും ഇല്ലല്ലോ. മോളെ രാവിലെ കൂടിപ്പോയ 9 മണി വരെ വീട്ടിൽ കാണും. അത് കഴിയുമ്പോൾ അവള് കടയിൽ പോകും. ഞാനിവിടെയാണ്. മോൻ പിന്നെ വണ്ടി ഓട്ടോട്ടേക്ക് അവനങ്ങ് പോകും. പിന്നെ ആ വീട്ടിൽ ആ കുഞ്ഞും ആ തള്ളയും മാത്രമേ ഉള്ളൂ. പിന്നെ വീട്ടിൽ എന്തൊക്കെ ഒരു വീടല്ലേ, എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിറങ്ങി പോവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റ് കണ്ട് അതും നമ്മൾ കണ്ടിട്ടില്ല. ചെറിയ ഈർക്കിലിന്റെ വലിപ്പമുള്ള കമ്പ് നടയിൽ ഒരു മരം നിപ്പുണ്ട്, അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതിൽ വരുന്ന ആ ചുള്ളിക്കമ്പ് ഓടിച്ചാണ് ഈ കുഞ്ഞിനെ അടിക്കുന്നത്. ഒരടിയോ രണ്ടടിയോ അതിൽ കൂടുതൽ അവൾ കൊടുക്കുന്നത് കണ്ടിട്ടില്ല. അതേപോലെ അവനും അങ്ങനെ തന്നെ ചെയ്യുന്നു. കൂടിപ്പോയാൽ 1 അടി അല്ലെങ്കിൽ 2 അടി അത്രേ കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ഒരു നുള്ള്, അത് തന്നെ അവർ ചെയ്യുന്നു. പിന്നെ ബാക്കി അറിയില്ല. അത് ഇനി അവർക്ക് അറിയാം ഇതൊക്കെ എന്താണ് സംഭവിച്ചത്. പക്ഷെ ഈ വീഡിയോ ഒക്കെ അറിയാണ് നമ്മളെ വാർത്തയിൽ കൂടെ ഒക്കെ അറിഞ്ഞത്. ഇതേപോലെ കൊച്ചിനെ ചവിട്ടി 7 വാരിയെല്ലാം ഒടുങ്ങുന്ന 9 വാരിയെല്ലാം ഒടുങ്ങുന്ന എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ സത്യമുണ്ടോ എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആദ്യ ഭാര്യയുമായിട്ട് അഷ്കർ ഇങ്ങനെ നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ട്, ചെമരി പിടിച്ചടിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് കൊച്ചു വയ്യാതായി എന്നൊക്കെ പറയുന്നത്. എന്തെങ്കിലും സത്യമാണോ വാസ്തവമാണത്? അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇവിടുന്ന് മോൻ സ്നേഹിച്ചതാണ്. വേറൊരു പെൺകൊച്ച് മുഖാന്തരം ഇവനെ മുട്ടിച്ചു കൊടുത്തതാണ്. ഈ പെൺകൊച്ചിനെ ഇക്ബാൽ കോളേജിലാണ് ഈ പെൺകൊച്ച് പഠിച്ചത്. അവൻ ഈ നിരന്തരം ആട്ടോ ഓടാൻ പോകുമായിരുന്നു. അപ്പൊ ആട്ടോ ഓടാൻ പോയി ഇവളുമായിട്ട് കമ്പനി ആയതാണ് ഈ കൊച്ച്. കമ്പനി ഞങ്ങൾ ആദ്യം വീട്ടിൽ പോയി ചോദിച്ചായിരുന്നു ഈ കൊച്ചിന് വേണമെന്ന് പറഞ്ഞ്
അങ്ങനെ ഇവിടെ വിളിച്ചിട്ട് എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞ് വീട്ടുകാരടുത്ത് വന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഞാനും എൻ്റെ മോളും ഈ അനു എന്ന് പറയുന്ന പെണ്ണും ഞാൻ പറഞ്ഞല്ലോ, ആ പെണ്ണും എൻ്റെ മോനുമായിട്ട് ആ വീട്ടിൽ പോയി ചോദിച്ചു. അപ്പൊ രാത്രി അവര് പറഞ്ഞ് തരൂല, കെട്ടിച്ചരൂല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. കെട്ടിക്കാൻ പറ്റൂല, കൊച്ചുകുട്ടിയാണ്, 18 വയസ്സേ ആയുള്ളൂ, അവർക്ക് കെട്ടിക്കാൻ പറ്റൂല, പ്രായമായില്ല, അവർക്ക് പഠിച്ച് ഒരു തൊഴിലൊക്കെ ഒക്കെ ഉണ്ടാക്കാനുള്ളതാണ് എന്നൊക്കെ തള്ളയും പറഞ്ഞു. തന്ത ഒന്നും കൂടുതലായിട്ട് പറഞ്ഞില്ല. പിന്നീടാണ് തന്ത പറയാൻ തുടങ്ങി. തന്ത ഞങ്ങൾ പോകുമ്പോൾ തന്ത പള്ളിയിൽ നമസ്കരിക്കാൻ പോയിരുന്നു. ഇവര് കുറെ ഇവരും ഈ പെണ്ണിന്റെ വല്യമ്മയും ഈ പെണ്ണിന്റെ ഉമ്മയും കൂടെ കുറേയൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കാണാൻ അപ്പൊ അനു പറഞ്ഞ് നിങ്ങളെ നടത്തി കൊടുത്താലും നടത്തി കൊടുത്തില്ലെങ്കിലും അവര് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ നിയമപരമായിട്ട് നമ്മളെല്ലാവരും കൂടെ രണ്ട് കുടുംബക്കാരെയും കൂടെ യോജിച്ച് നടത്തി കൊടുക്കണതല്ലേ ചേച്ചി നല്ലത് എന്ന് അവൾ അമ്മേരയിൽ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ കൊച്ചിന്റെ ബാപ്പ വന്നു. അപ്പൊ അയാളെ അടുത്ത് സംസാരിച്ചപ്പോൾ എല്ലാം പറഞ്ഞൊക്കെ വന്നപ്പോൾ അവർക്ക് കൊടുക്കാനും വാങ്ങിക്കാനും ഒന്നുമില്ല. അവർക്ക് ഈ 10 സെന്റ് സ്ഥലവും വീടേ ഉള്ളു. അതിപ്പോഴൊന്നും ഞങ്ങൾ കൊടുക്കൂല, ഒരു വകയും ഇല്ല കൊടുക്കാൻ, കല്യാണ ചെലവ് പോലെ അവർക്ക് നടത്താൻ ഇല്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞില്ല. ഇവരിൽ ഒന്നിലും ഇല്ല എന്ന് പറയും. അപ്പൊ എൻ്റെ മോൻ്റെ അനു വിളിച്ച് മാറ്റി നിർത്തി ഞാനും അനു എല്ലാവരും കൂടെ വിളിച്ച് ചോദിച്ചിട്ട് ഇവരിങ്ങനെയൊക്കെയാണ് പറയണത്, അപ്പോഴെന്തൊരു ചെയ്യണം മോനെ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു അവൻ അപ്പോഴും അസ്ഥിയിൽ പിടിച്ച പ്രേമമായിരുന്നു. ഈ കൊച്ചിനെ കാണാനും ഇത്തിരി കൊള്ളായിരുന്നു. ഞങ്ങൾ കണ്ടപ്പോഴും ഈ കൊച്ചിന്റെ ഇത് കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചോദിച്ചപ്പോഴും അവൻ പറഞ്ഞു വേണ്ടമ്മ, നമ്മൾ സ്വത്തും മുതലും ഒന്നും നോക്കണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണാണ്, നിങ്ങൾ നടത്തി തരുമെങ്കിൽ നടത്തി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇവരിൽ ഒരുവിധം സംസാരിച്ച് പലരെയും കൊണ്ട് നമ്മൾ സംസാരിച്ച് ഇവര് ലാസ്റ്റ് പനവൂരും ചുള്ളാളത്തൊക്കെ വന്ന് തിരക്കിയപ്പോഴത്തേക്ക് ഇവനെ കുറിച്ച് ആരും ഒരു അഭിപ്രായം പറയുന്നില്ല. നല്ല കാരണം ഇവൻ പത്രം ഇടാൻ പറഞ്ഞു കൊത്തപ്പണിക്കും ഒക്കെ പൊയ്ക്കൊണ്ടിരുന്നതല്ലേ, ഇവനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞതുകൊണ്ട് ആയിരിക്കാം ഇവർ പിന്നെ നല്ല താല്പര്യത്തോടെ ഇവരിവിടെ വിളിച്ച് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞു നമുക്ക് മോതിരം മാറ്റ് അടുത്ത മാസം നടത്താം എന്നിങ്ങനെ പറഞ്ഞ് ആ ഡേറ്റ് ആയി വന്നപ്പോൾ ഈ കൊച്ചിന് പെട്ടെന്നൊരു തലവേദന വന്നെന്നും പറഞ്ഞ് ഇവര് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഞങ്ങൾ തിരക്കുമ്പോഴത്തേക്ക് ഇവർ പറയുന്നു വലത് മൂക്കിലോ ഇടത് മൂക്കിലോ എവിടെ മൂക്കിനകത്ത് ഒരു ചെറിയൊരു മുഴ വന്ന് അത് കുഞ്ഞിന് ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. അങ്ങനെ അതൊന്ന് പിന്നെ ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, അതിനെയാണ് കൊണ്ടുപോയതെന്നാണ് ഇവർ ഞങ്ങളെ ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നടത്താമെന്ന് പറഞ്ഞു, ചടങ്ങ് നടത്താമെന്ന് പറഞ്ഞു, ഉറപ്പിയിട്ട് നടത്താമെന്ന്. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും എന്നാ നടത്താൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരണേൻ്റെ പിറ്റേന്നോ എങ്ങനെയെങ്കിലും നടത്താം നമുക്കെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേറെ ആരും കാണൂല, എൻ്റെ സഹോദരനും സഹോദരിയും പിന്നെ ഈ അനു എന്ന് പറയുന്നത് എൻ്റെ മോളും അങ്ങനെ ഉള്ളൊരു 10-15 പേരിനെ അതേ കാണുള്ളൂ, വേറെ മോഡിയായിട്ടൊന്നും ചടങ്ങായിട്ടൊന്നും എടുക്കാനില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ സമ്മതിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഒരു മോതിരം വാങ്ങിച്ച് കുഞ്ഞിനുള്ള ഡ്രസ്സും അവക്കുള്ള പെണ്ണിനുള്ള ഡ്രസ്സും ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ പോയി കല്യാണം മോതിരം മാറ്റി കഴിഞ്ഞ് പിന്നെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങളെ യാത്ര പറഞ്ഞു അവിടെ നിന്ന് തിരിച്ചു വന്ന് അവർ 2-3 മാസം കഴിഞ്ഞതിന് 2 മാസം തന്നെ ആവുമെന്നുള്ള അറിയാൻ വയ്യ. കഴിഞ്ഞപ്പോൾ അവർ നടത്താന്നൊക്കെ പറഞ്ഞൊക്കെ വെച്ചിട്ട് പിന്നെ അവർ പെട്ടെന്ന് അങ്ങ് വാക്ക് മാറിയിട്ട് അവർ എന്താണെന്ന് പറഞ്ഞു. അത് ലാസ്റ്റ് അവർ പറഞ്ഞത് വേറെ ഒന്നുമില്ല, ചെറുക്കന് കിടക്കാടമില്ല, മെയിനായിട്ടും ഈ വീട് അവനിക്കുള്ളതെന്നാണ് അവർ ഇരുന്നത്. അപ്പൊ ഈ വീട് എൻ്റെ മോക്കാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്, എൻ്റെ കാലശേഷം എൻ്റെ മോക്കെന്നാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് എല്ലാം കഴിഞ്ഞ ശേഷം അവര് എന്നോട് എന്നെ അടുത്ത് അനുവിൻ്റെയിലും ചോദിച്ചു ഈ വീടും സ്ഥലവും ആർക്കാണ്, അഷ്കറിനാണോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് അനുവും ഞാനും പറഞ്ഞു ഇത് അഷ്കറിനല്ല, എൻ്റെ മോക്കാണ് കൊടുത്തത്, അഷ്രിഫാക്കാണ് കൊടുത്തേക്കുന്നത്, എൻ്റെ കാലശേഷം അവക്കെന്നാണ് ഞാൻ എഴുതി വെച്ചേക്കെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നു പിന്നെ അവർക്ക് ഈ ബന്ധത്തിനോട് താല്പര്യമില്ല, കിടക്കാട ഇല്ലാത്ത ആൾക്കാരാണ്, മോനിക്ക് പ്രായം കൂടിപ്പോയി എന്നൊക്കെ ഉള്ള ഒരു വിഷയങ്ങളായി അവിടെ സംസാരമായി. ഈ കല്യാണം നടക്കാവൂല. അപ്പം ഞങ്ങൾ കല്യാണ ലെറ്റർ അടിച്ച് ഞങ്ങൾ കുറച്ച് പേടത്തൊക്കെ വിളിയും തുടങ്ങി, കല്യാണത്തിന് വേണ്ടി കല്യാണ ലെറ്റർ അടിച്ച് എല്ലായിടത്തും ഒരുവിധം വിളിയും തുടങ്ങി. അവര് മുമ്പേ അവരെ പെണ്ണിന്റെ വീട്ടിലാണ് കൊണ്ടു കൊടുത്തത്. അവരും അവിടെ കല്യാണ ലെറ്റർ അടിച്ചെന്ന് പറയുന്നത് എനിക്കറിയില്ല, ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു. ഞങ്ങൾ അടിച്ച ഉടനെ ഫസ്റ്റ് അവരുടെ വീട്ടിലാണ് കൊണ്ടു കൊടുത്തത്. കല്യാണ ലെറ്റർ അവരും അടിച്ച് അവിടെ അടുത്തുള്ള ഒരു ഹാളും ബുക്ക് ചെയ്ത് എന്ന് അവർ പറയുന്നുണ്ട്, നമുക്കിതൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയെല്ലാം ഉറച്ചൊക്കെ വെച്ചിരുന്നിട്ട് ലാസ്റ്റ് ആ പെണ്ണിന്റെ തള്ള തന്നെ പറഞ്ഞ് ഈ കല്യാണം നടത്താൻ ഒക്കൂല
നടത്താൻ വെക്കൂല എന്ന് പറഞ്ഞു. ഈ കല്യാണം നടത്തണില്ല, അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഈ കൈ കടന്ന് മോതിരമൊക്കെ ഊരി വെച്ചിട്ട് അവിടെ ഊരി കൊടുക്കണം ആമിന, ഈ ബന്ധം നമുക്ക് വേണ്ട, ശരിയാവൂല എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ അവിടെ ബഹളം ഉണ്ടാക്കിയ സമയത്ത് അഷ്കറിന്റെ ഫോണിൽ വിളിക്കുകയാണ്. വിളിച്ചിട്ട് അഷ്കറിൻ്റെ പറയാം, അന്ന് അഷ്കർ ഇവിടെ ഉണ്ട്, കാരണം അവൻ വേറെ പുറത്തല്ലല്ലോ, അവൻ ഈ വീട്ടിൽ ഉണ്ട്, മോള് മാത്രം കല്യാണം കഴിഞ്ഞ് പോയിട്ടുള്ളൂ. അപ്പൊ അഷ്കറിനെ വിളിച്ചിട്ട് ഇതേപോലെ പറയും, ഇക്ക ഇതേപോലെ ഉമ്മ ഇങ്ങനെയൊക്കെ പറയാണ്, ഈ കല്യാണം നടക്കാൻ സാധ്യതയില്ല, ഇനി എന്തൊരു ചെയ്യും ഇക്ക എന്നേട്ടാ. അപ്പൊ പറയും, നിന്റെ ഉമ്മാരുടെ അടുത്ത് ഒന്നും കൂടെ സംസാരിച്ചു നോക്ക്, നിന്റെ മാമാരുടെ അടുത്ത് ഞാനൊന്നും കൂടെ വിളിച്ച് സംസാരിച്ചിട്ട് നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ബെൽറ്റ് കച്ചവടം ചെയ്യുന്ന ഒരു ബെൽറ്റ് കൊണ്ട് നടന്ന് കച്ചവടം ചെയ്യുന്നതാണ് അവന്റെ അവളമ്മാരെ സഹോദരൻ, മൂത്ത സഹോദരൻ. അയാളോട് അഷ്കർ വിളിച്ച് ചോദിച്ചായിരുന്നു, മാമ ഇതേപോലെയൊക്കെ പറയുന്നുള്ള ആമിന എന്താണെന്ന് കേട്ട്. അപ്പൊ ഇയാള് പറയും, സജീല ബീവിയില് ആര് പറഞ്ഞാലും സജീല ബീവി കേൾക്കൂല, അതുകൊണ്ട് എന്തൊരു ചെയ്യാം മക്കളെ എന്ന് ഇയാൾ മറുപടി പറയും. എനിക്കൊന്നും അറിഞ്ഞൂടെ മക്കളെ, ഞാൻ ഒന്നും കൂടെ സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയും. അപ്പൊ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞ് അഷ്കർ ഇവളെ ഫോൺ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്, ഇക്ക വരണം, ഇക്ക വന്ന് വിളിച്ചില്ലെങ്കിൽ ഞാൻ പോണ വഴി കൂടെ പോണം, വണ്ടിയുടെ ഇടയിൽ ചാടി ഞാൻ ചാവും, അല്ലെങ്കിൽ കിണറ്റിൽ ചാടും, ഇങ്ങനെയൊക്കെ ഇവളെ ഫോണിൽ കൂടെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഇവൻ വിളിച്ചായിരുന്നു 2 ദിവസം കഴിഞ്ഞ്. വിളിച്ചു കേട്ടപ്പം പറഞ്ഞ് അവർക്ക് ഉമ്മാക്കും വാപ്പാക്കും താല്പര്യമില്ല, അവര് പനവൂര് ഇറങ്ങി തിരക്കിയപ്പം എന്തൊക്കെയാണ് പറയണേന്ന് അറിഞ്ഞൂടെ, നിന്റെ വാപ്പായെ കുറിച്ച് പലരും പലതും പറയേണ്, അവൻ വേറെ കല്യാണങ്ങളൊക്കെ ഒന്നല്ല കല്യാണം കഴിച്ചിട്ടുള്ള, അവൻ ഒരുപാട് കല്യാണം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ ആ കുടുംബത്തിൽ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവന്റെ വാപ്പ ശരിയല്ല, അവന്റെ ഉമ്മ ശരി, അവർക്ക് ഇതായിരുന്നു പറയാനുള്ള ഇതുള്ളൂ. അവളെ വാപ്പ സുഖമില്ല, സുഖമില്ല, കുടുംബമില്ല, അവന്റെ ഉമ്മ ശരിയല്ല എന്നൊക്കെ കുറേ കാര്യങ്ങൾ അയാള് പറഞ്ഞിട്ടോ. അങ്ങനെ വിളിച്ചോണ്ടിരുന്നപ്പോൾ ആമിനയെ വിളിച്ചിട്ട് ഇതേപോലെയാണ് നിന്റെ മാമ വിളിച്ചപ്പം പറയണം മക്കളെ, അപ്പൊ എന്ത് ചെയ്യട്ടെന്ന് ഞാൻ തന്നെ അവളേൽ സംസാരിച്ചു. അപ്പൊ പറഞ്ഞ് ഉമ്മ എന്നാണ് ആ കൊച്ചെന്നെ വിളിക്കുന്നത്. ഉമ്മ ഇക്ക ഇപ്പൊ ഇവിടെ വന്നില്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കോള് ഇക്കായാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്, ഇക്കാരുടെ ഫോണിലാണ് വിളിച്ചിരിക്കുന്നത്, ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല, വരണ വണ്ടിക്കിടയിൽ ഞാൻ തലവയ്ക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ഇക്ക ഇപ്പോൾ വരണമെന്ന് പറഞ്ഞു. പറഞ്ഞതായ സമയത്ത് ഞാൻ ഈ ഇറങ്ങി പോണത് കണ്ടപ്പോൾ ഇതേ വേഷമാണ് നിൽക്കുന്ന നൈറ്റി. അന്നും അവനക്ക് കാറുണ്ട്, അടിച്ചു പൊട്ടിച്ചിട്ടേക്കുന്ന കാറില്ലേ, അതേപോലത്തെ ഒരു കാർ അവനിക്ക് അന്നും ഉണ്ട്, തവേര. ആ കാറിൽ എടുത്ത് താഴെ തടത്തിൽ ഇറങ്ങി, ഇവിടെ വെച്ചാണ്, ഇവിടെ നിന്ന് ഇറങ്ങി താഴെ തടത്തിൽ പോയി ആ കാറെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ ഞാൻ ഈ കതവിനെ പിടിച്ച് ചാരിയിട്ട് ഈ നിന്ന വേഷത്തെ നൈറ്റിയിൽ കയറി ഒരു തോർത്തും എടുത്തിട്ടുകൊണ്ട് കയറി അവിടെ പോയി. പാലോട്ട് പോയപ്പോൾ ഈ കൊച്ച് ഒരു മുഷിങ്ങിയ ഒരു ബനിയൻ, ആ കൊച്ചിന്റെ വാപ്പാര ഒരു ബനിയൻ, അത് ഇട്ടേക്കണെങ്കിൽ ഇതുവരെ ഉണ്ട് ഒരു ബനിയൻ, വയറെല്ലാം വെള്ളം, മുടിയെല്ലാം പിരിന്നിങ്ങനെ കിടക്കുന്നുണ്ട്. ഈ പെണ്ണിനെ തള്ള ഉപദ്രവിച്ചതാണെന്ന് ഉപദ്രവിച്ച് ഒരുപാട് അടിച്ചെന്നാണ് ആ കൊച്ച് പറഞ്ഞത്. അത് ദൈവത്തിന് മാത്രമേ, ഒരു ബെർമൂഡ കണക്കത്തെ ഒരു പാൻസും ഇട്ട് തോളിൽ ഒരു തുണി പോലും ഇല്ല, ഈ പെണ്ണ് കയറി റോഡിൽ നിൽക്കണം. ആ റോഡിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ചെന്നിങ്ങനെ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് ചെന്നപ്പോൾ ഈ പെണ്ണിങ്ങനെ പ്രാന്തിയ കണക്ക് ഓടിക്കൊണ്ട് വന്നപ്പോൾ ഇവൻ ഡ്രൈവറായിട്ട് ഇരിക്കുകയില്ലാണ്, ഞാൻ ബാക്ക് സീറ്റിൽ ഇരിക്കുകയായിരുന്നു. ഓടിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ ഡോറ് തുറന്നു കൊടുത്ത് ഇവള് കയറി എൻ്റെ നെഞ്ചിലിങ്ങനെ ചാരിക്കിടന്ന് ഞാൻ ഇങ്ങനെ വിളിച്ചു കൊണ്ട് ഇങ്ങനെ വരികയും ചെയ്ത്. ഇനിയും ഈ വീട്ടിലും അല്ല വന്നത്, നേരെ ഞാൻ ചെയ്ത് എൻ്റെ ഒരു കൂട്ടുകാരി നെടുമങ്ങാട് താമസിച്ചിട്ടുണ്ട്, ആ വീട്ടിൽ. അപ്പോഴും ഞാൻ എൻ്റെ മോളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഇതേപോലെ ആമിനായ വിളിച്ചിറക്കി കൊണ്ടുവരികയാണ്, കൂട്ടത്തിൽ ഞാനും ഉണ്ട്, അഷ്കർ പോയ കൂട്ടത്തിൽ ഞാനും ഉണ്ട്, വിളിച്ചിറക്കി കൊണ്ടുവരികയാണ്, എന്തൊരു ചെയ്യും, നീ ഒരു കാര്യം ചെയ്യും, ഈ കൊച്ചിനും ഇടാൻ തുണിയില്ല, അന്ന് എനിക്ക് തുണിക്കച്ചവടം ഉണ്ട്, ഈ കൊച്ചിനും ഇടാൻ തുണിയില്ല, നീ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് കെട്ടഴിച്ച് അതിൽ നീ കൊച്ചിന്റെ കണക്കായ തുണി എടുത്തുകൊണ്ട് നീ നെടുമങ്ങാട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവള് കേട്ട് നെടുമങ്ങാട് ഇവിടെ വരണം ഉമ്മാന്ന് കേട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നെടുമങ്ങാട് നീ ഒരു കാര്യം ചെയ്യും, ഉണ്ണിമാമിയുടെ വീട്ടിൽ എന്ന് പറഞ്ഞു. ഉണ്ണി എന്നാണ് അവളെ വീട്ടിൽ വിളിക്കുന്നത്, ഉണ്ണിമാമിയുടെ വീട്ടിൽ വാ എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ അവിടെ കൊണ്ടുപോയി. ചെന്നപ്പോ അവക്ക് ഇങ്ങനെ വിളിച്ചിറക്കി കൊണ്ടുവന്നതുകൊണ്ട് എൻ്റെ സ്വന്തം കൂട്ടുകാരി തന്നെ എങ്കിലും അവൾക്ക് ഒരു വല്ലാഴ്മയാണ്, ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്നേലേ, എന്തെങ്കിലും ആയിപ്പോയി അവളെ വീട്ടിലും ബുദ്ധിമുട്ടല്ലേ എന്നുള്ള ഇതിൽ അവൾക്കൊരു വിഷമമായിരുന്നു. അപ്പൊ അവളെ ഒരു മുഖത്തിന്റെ നമുക്കൊരാളെ എന്നും കാണണതും വല്ലപ്പോഴാ കാണാതെന്ന് നമുക്കറിയില്ലേ. അപ്പൊ ചെന്ന് കയറിയപ്പോഴും അവൾക്കൊരു ഇഷ്ടക്കേട് എനിക്ക് തോന്നി. അപ്പോഴും തന്നെ പെട്ടെന്ന് ഞാൻ മോളെ വിളിച്ചു കൊണ്ടുപോയി ഇവളെ ഈ തുണിയെല്ലാം അടിച്ച് മാറ്റി
അവിടെ നിന്ന് എന്നെ സുഖപ്പെടുത്തി ഇവളെ ഒന്ന് കുളിപ്പിച്ച് ഇട്ട് ഞങ്ങൾ അവിടെ നിന്നില്ല, തോനെ നേരം ഒന്നും നിന്നില്ല. കാരണം ഇവള് മിണ്ടുന്നില്ല, സഹകരിക്കുന്നില്ല, അവൾ അടുക്കളയിൽ പോയി നിൽക്കണം. അപ്പൊ നമുക്ക് മനസ്സിലായി നമുക്ക് നമ്മളെ കൊണ്ടുപോയത് അവൾക്ക് ഇഷ്ടമില്ല എന്ന്. മറ്റേ അവിടെ പോയി കഴിഞ്ഞ് അവൾ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ചോറ് തരാനും ചായ എടുത്ത് തരാനും രാത്രി വരെ പിടിച്ച് നിർത്തും, പിറ്റേന്നൊക്കെയാണ് ഞങ്ങളെ വിടണത്. അങ്ങനെയുള്ള ഒരു കൊച്ച് ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അങ്ങനെ നേരെ വിളിച്ച് കൊണ്ടുവന്ന് നെടുമങ്ങാട് ഏതോ ഒരു വക്കീലിനെ കണ്ട്, കിരൺ കുമാർ, ആ വക്കീലിനെ കണ്ട് ഇതേപോലെ സംസാരിച്ചപ്പോൾ മോൻ്റെ അന്ന് വണ്ടി ഓടിയതായിട്ടും അല്ലാതെയൊക്കെ ഇപ്പം നല്ലപോലെ അധ്വാനിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു, അവൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നു. അപ്പൊ അവര് ചോദിച്ച പൈസ കൊടുത്ത് അവിടെ വെച്ച് തന്നെ രജിസ്റ്റർ ഇത് ചെയ്ത് കൊണ്ടുവന്ന് മോളെ വീട്ടിലാക്കി. അതോടെ കൊണ്ടുവന്ന് മോളെ വീട്ടിൽ കല്യാണം, പള്ളിയിൽ നിയമപരമായിട്ട് കല്യാണം നടക്കാതെ ചെറുക്കനെയും പെണ്ണിനെയും ഒരിടത്ത് നമുക്ക് ആക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് പള്ളിയാണല്ലോ നിയമം. അങ്ങനെ ഞങ്ങൾ എന്തിട്ട് മോളെ വീട്ടിലാക്കി. മോൾ ആറ്റുംപുറത്ത് വീട്ടിലായിരുന്നു, ഗിരമണ്ടിന്റെ തൊട്ടടുത്തൊരു വീടെടുത്ത് അവിടെയായിരുന്നു മോള്. അങ്ങനെ ഇപ്പൊ അംഗൻവാടിയാണ് ആ വീട്. അവിടെ കൊണ്ടുവന്നാക്കി ഇവളടുത്ത് ആ പെണ്ണിനെ അവിടെ ആക്കിയിട്ട് ഞാനും മോനുമായി തിരിച്ചു വന്ന് കുറച്ച് ദിവസം ഒരു മാസം ആവോ മോളെ, ഒരു മാസം ആവൂല. അതിനുള്ളിൽ പള്ളിയിലൊക്കെ പോയി പള്ളിയിലൊക്കെ എല്ലാ മാസം പള്ളിയിലെ കാര്യങ്ങളൊക്കെ പൈസയൊക്കെ കെട്ടി വെച്ച് ഞങ്ങളൊരു മാലയൊക്കെ വാങ്ങിച്ച്, ഒരു 2 രൂപ അടുപ്പിച്ച്, 2 രൂപ ഇല്ല എങ്കിൽ ആ മാലയൊക്കെ വാങ്ങിച്ച്, താലിയും ഈ കൊച്ചിന് ഡ്രസ്സും എല്ലാം വാങ്ങിച്ച് ആ വീട്ടിൽ വെച്ച് തന്നെ ഞങ്ങൾ കല്യാണം നടത്തി. പള്ളിക്കാരെല്ലാവരും കൂടെ വിളിച്ച് ഉള്ളമാരെയും വാപ്പാരുടെ അടുത്തും പറഞ്ഞ് പള്ളി മുഖാന്തരം നിക്കാഹ് നടത്തി തരണമെന്ന് പറഞ്ഞു. പള്ളി മുഖാന്തരം വിളിച്ച് അവരെ ജമാത്തിൽ പറഞ്ഞപ്പോൾ അവര് വിളിച്ച് അവരെ ജമാത്തുകാർ ഈ കുട്ടിയെ പാപ്പായെ വിളിച്ച് പറഞ്ഞു, എന്തായാലും അവര് ഇറങ്ങി പോയില്ലേ, നിങ്ങൾ 2 ജമാത്തുകാരും കൂടെ ചേർന്ന് നിക്കാഹ് നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. അന്ന് ഇവര് പറഞ്ഞായിരുന്നു, ചെറുക്കപ്പെണ്ണിന്റെ വാപ്പ പറഞ്ഞായിരുന്നു, നിക്കാഹ് നടത്തി കൊടുക്കാൻ പള്ളിയിൽ കുടിശ്ശിക കെട്ടി വെക്കുന്നത് അവനായിരിക്കണം. പൈസ കുടിശ്ശിക എന്ന് പറഞ്ഞ പൈസയാണ് കെട്ടി വെക്കുന്നത് അവനെ ആയിരിക്കണം. നിക്കാഹിന്റെ എല്ലാ ചുമതലകളും അവൻ ഏറ്റെടുക്കണം. ഒരു ഗ്ലാസ് വെള്ളം പോലും അവിടുന്ന് വർണ്ണവർക്കോ ഉസ്താദിനോ അവര് കൊടുക്കില്ല എന്ന് പെണ്ണിന്റെ വാപ്പ അവിടെ പറഞ്ഞായിരുന്നു. പള്ളിയില് ജമാത്തിൽ പറഞ്ഞു. ആ സമയത്ത് ഇവിടുന്ന് പോണ സമയത്ത് കടയിൽ നിന്ന് കുറെ കുപ്പി വെള്ളങ്ങളും വാങ്ങിച്ച് വണ്ടിയിൽ വെച്ചാണ് പയ്യൻ ഇവിടുന്ന് നിക്കാഹിന് പോണത്. ആ സമയത്ത് പെണ്ണ് വീട്ടിൽ ഒരുങ്ങിയിരിക്കുകയാണ്. നിക്കാഹിന് അങ്ങ് പോയി അവിടെ പോയി താലി കെട്ടുന്ന സമയത്ത് അവർ വെള്ളം പോലും വാങ്ങിച്ച് കൊടുക്കാതെ ഇറക്കി വിട്ട് പള്ളിയിൽ നിക്കാഹ് കഴിഞ്ഞ് ഇറങ്ങി വന്നവർക്ക് വെള്ളവും കൊടുത്ത് തിരിച്ച് വന്ന വഴിയിൽ ഉസ്താദിന്റെ കടയിൽ അവിടെ ഇറങ്ങി വെള്ളം എന്തരം വാങ്ങിച്ചിട്ട് നേരെ വാടക വീട്ടിൽ വന്നായിരുന്നു. വാടക വീട്ടിൽ വന്ന് അവിടെ വന്ന് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ കല്യാണമായിട്ട് തന്നെ എടുത്തത്, നല്ല മോടിയായിട്ട് തന്നെ എടുത്തത്. ആളുകളെയൊക്കെ വിളിച്ച് ഞങ്ങൾ മോടിയായിട്ട് എടുത്ത് വീട്ടിൽ വന്ന് ഫുഡെല്ലാം കഴിച്ച് പോയതിന് ശേഷം താലി കെട്ടായിട്ട് ക്യാമറയൊന്നും ഇല്ലായിരുന്നു, വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. ഇതേപോലെ മൊബൈലിൽ പിടിച്ച് താലി കെട്ടി ചടങ്ങുകളെല്ലാം കഴിച്ച് അവര് ഒരാഴ്ച എന്താ ഉണ്ടായിരുന്നില്ല മോളെ വീട്ടില്. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, അതിലപ്പുറം അങ്ങോട്ട് പോയില്ല. അതിനിടയിൽ ഇവര് ആറ്റുംപുറത്തൊരു വീടെടുത്ത് അവര് 2 പേരും പ്രത്യേകമാക്കി. പിന്നെയുള്ള കാര്യങ്ങൾ അവരായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊച്ചു വീട്ടിൽ വരുമായിരുന്നു. ഇവൻ അന്നും ഇതേപോലെ ഓട്ടം പോകുമല്ലോ, ദൂരെ ഓട്ടം പോകുമ്പോൾ കൊച്ചു വീട്ടിൽ ഒറ്റയ്ക്ക് ആവുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മോളെ വീട്ടിൽ വന്നിരുന്നിട്ട് രാത്രി വരുമ്പോൾ വിളിച്ച് 2 പേരും കൂടെ വണ്ടിയിൽ കയറി പോകും. ഇതാണ് സത്യം. കൊച്ചിനെ ഉപദ്രവിക്കും അല്ലെങ്കിൽ തലക്ക് പിടിച്ച് അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് മക്കളെ നമ്മൾ കണ്ടില്ലല്ലോ, കാണാതെ എങ്ങനെ പറയും? അത് ആ കൊച്ചു അങ്ങനെ പറയുന്നുണ്ട്. ആ കൊച്ചു സ്നേഹിച്ച് കിട്ടിയ ഒരാളെ അങ്ങനെ ചെയ്യോ? ഇല്ല. ഈ കൊച്ച് അങ്ങനെ പറയുമ്പോ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയൂടെ അവൻ അങ്ങനെ ചെയ്യില്ല. അപ്പൊ അവൾക്കൊന്ന് അവളെ ആരും വരുന്നത് ഇഷ്ടമില്ല ആ വീട്ടിൽ പോകുന്നത്. കാരണം അഷ്കറിന്റെ സ്നേഹം, 2 മുട്ടായി വാങ്ങിച്ചു കൊണ്ടുവന്ന് എൻ്റെ 2 ചെറുമക്കൾക്ക് കൊടുത്താൽ അവൾ അതിന് വരെ അവിടെ പ്രശ്നം ഉണ്ടാക്കും. കാരണം മാമച്ചിയുടെ സ്നേഹം മക്കൾക്ക് മാത്രമായിട്ട് കൊടുക്കണ എന്തിന്, എനിക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞ് ഞാൻ എന്ത് മുട്ടായി കഴിക്കൂലേ എന്നും പറഞ്ഞ് അതിന് വരെ ആ കൊച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ആവുകൊണ്ട് എൻ്റെ മക്കൾ പോലും അവിടെ പോവില്ല. ചെന്ന് കഴിഞ്ഞാൽ തന്നെയും അവൾ ഒരു നേരത്തെ ആഹാരം കൊടുക്കൂല, കൊച്ചുങ്ങളെ കണ്ടൂടാ, അവിടെ നിർത്തൂല. ഇതെല്ലാം അവളായിട്ട് ചെയ്യുന്നതല്ല, അവളെ ഉമ്മ ചെയ്യിക്കുന്നതാ ഫോൺ വഴി കൂടെ. അവളെയും അവന്റെ ഉമ്മായെ അവന്റെ പെങ്ങളെ
മക്കളെയും കയറ്റരുതെന്ന് ആ കൊച്ചിനെ കൊണ്ട് പറഞ്ഞു ചെയ്യിക്കുന്നതാണ് ആ വീട്ടിൽ. ഞങ്ങൾ അതുകൊണ്ട് അവിടെ പോകില്ല. എൻ്റെ മൂത്ത മോളെ കേട്ടിട്ടുണ്ട്, ചെറുമോളെ കേട്ടിട്ടുണ്ട്. അവിടെ കയറ്റരുത്, അവരെ അടുത്ത് പഠിപ്പിക്കരുത്, ആ പെണ്ണിനെ അവിടെ ഇരുന്ന് ഒന്നും കൊടുക്കരുത്, ആ പെണ്ണ് അവിടെ ഇരുന്ന് കൊച്ചു ടി വി കണ്ടോണ്ടിരിക്കുന്നത് അവിടെ ഇരിക്കട്ടെ, മക്കൾ പോയി വേവിച്ച് മുട്ടയെല്ലാം വേവിച്ച് കഴിച്ചോ എന്ന് പറഞ്ഞ് അടുത്ത വീട്ടിൽ വന്ന് നിന്നിട്ട് വീട്ടിൽ വരുമ്പോൾ എൻ്റെ കുഞ്ഞ് അവിടെ കൂട്ടിന് ഇരിക്കുമായിരുന്നു. എൻ്റെ മൂത്ത ചെറുകുട്ടി ഇരിക്കുമ്പം അവരെന്ത് ചെയ്യും, അടുത്ത വീട്ടിൽ നിന്നും കൊണ്ട് ആ മതിലിൽ കൂടെ കൊടുക്കും. പഴവും മുട്ടയും കൊണ്ടുവരുന്ന സാധനങ്ങളും മഞ്ചും ആയിട്ട് കൊടുത്തിട്ട് ആ പെണ്ണിന് കൊടുക്കല്ലേ, മക്കൾ അടുക്കളയിൽ പോയി കൊണ്ടുപോയി വേവിച്ച് തിന്നു. അഷ്കർ വാങ്ങിച്ചുകൊണ്ട് വരാത്ത സാധനം, അഷ്കർ വീട്ടിൽ സാധനങ്ങളെല്ലാം അവൾ പറയണമെന്നെല്ലാം വാങ്ങിച്ചാണ് കൊടുക്കണത്. അവൻ പൈസ ആയിട്ട് അവിടെ കൊടുക്കൂല. അപ്പോഴവൻ 1-2 തവണ കണ്ടിട്ട് ചോദിച്ചായിരുന്നു, നിന്റെ ഉമ്മായിട്ട് മിണ്ടൂല സഹകരിക്കൂല എന്നല്ലേ നീ പറഞ്ഞത്, ഇത് എവിടെ നിന്ന് വന്ന്, ഈ സാധനം എവിടെ നിന്ന് വന്ന്, അഷ്രിഫ വന്നായിരുന്നു, ഉമ്മച്ചി വന്നായിരുന്നു, അപ്പൊ അവിടെ ഞങ്ങൾ ആരും വന്നില്ല, അപ്പൊ ഈ സാധനം എവിടെ നിന്ന് വന്ന് എന്ന് അവൻ പലതവണയും കേട്ടിട്ടുണ്ട്. അങ്ങനെ ചോദിച്ച് അവൾ ഒരു ദിവസം പറഞ്ഞു, ഉമ്മച്ചി വന്നിട്ട് പാലോട്ട് ഉമ്മ കൊണ്ട് തന്നതാണ് ഈ മുറുക്കും പഴവും ഇത് ലേറ്റ്സും ഒക്കെ ഉമ്മ കൊണ്ട് തന്നതാണെന്ന് അവൻ ഇന്ത്യയിൽ പല ദിവസം പറഞ്ഞിട്ടുണ്ട്. മുട്ടയൊക്കെ ഇതിൽ അരിയിലൊക്കെ കുഴിച്ച് വെച്ചേക്കും. അപ്പം കേൾക്കും, ഞാൻ മുട്ട വാങ്ങിച്ചില്ലല്ലേ, ഈ മുട്ട എവിടെ നിന്ന് കിട്ടി നിനക്ക് എന്ന് കേൾക്കും. അത് പറയാം, അത് ഉമ്മ കൊണ്ടുവന്നതാണ്. ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ചാർ ചെറിയ ഭരണിയിൽ ഉണ്ട്, ആ ഭരണിയിൽ അച്ചാർ കൊണ്ടുവന്ന് അവിടെ വെച്ചേ. അപ്പൊ അഷ്കറെ കേൾക്കും, ഈ അച്ചാർ എവിടെ നടി എന്ന് ചോദിക്കും. അപ്പൊ ഇവള് മിണ്ടൂല. പിന്നെ ആകുമ്പോഴത്തേക്ക് അഷ്കറിന് കൊടുക്കൂല. അഷ്കറിന് കൊടുക്കാതെ ഇവള് ഒളിച്ചു വെച്ച് കഴിക്കാൻ തുടങ്ങി. പിന്നെ ആയപ്പം അവര് എന്നെ സ്വാതന്ത്ര്യമായി. നമ്മൾ പുറത്തു പോയി കല്യാണം നടത്തി കൊടുത്താൽ നമ്മൾ പുറത്തു പോയി, അവര് ഉമ്മായി മോളും എല്ലാരും നല്ല രീതിയിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഈ അഷ്കറിന്റെ ഈ വാർത്ത അതിന് ശേഷം നാട്ടുകാരും ജനങ്ങളും അയൽവാസികളും ഉമ്മയെടുത്തും സഹോദരിയെടുത്തും എങ്ങനെയാണ് പ്രതികരണം? മക്കളെ, ഈ TV വാർത്തയിലും അവിടെ അഷ്കറിനെ മൊഴിയെടുക്കാൻ കൊണ്ടുവന്നപ്പോഴത്തേക്ക് മോനെ അടിച്ച് അവശതയായി വലിച്ചടിച്ച് കൊണ്ടുപോകുന്നതാണ് ഞാൻ കണ്ടത്. എൻ്റെ പൊന്നു മോൻ വെള്ളം പോലും കുടിച്ചാന്ന് എനിക്കറിയില്ല. അത്രമേലെ അവശതയായി എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തെല്ലാം അടിച്ച് പൊട്ടിച്ചിരിക്കുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തെല്ലാം ഒടിഞ്ഞതാണെന്ന് അറിയില്ല. ഇങ്ങനെ കുമ്പിട്ട് കിടന്ന് വലിച്ച് പോലീസ് അറമ്പിൽ വലിച്ചെടുത്തോണ്ട് പോകുന്ന രംഗമാണ് കണ്ടത്. അതിൻ്റെ ഇടയിൽ കൂടെ നാട്ടുകാരെ കൊച്ചിനെ അടിക്കുന്നു, എറിയുന്നു, മൂക്കിലിടിക്കുന്നു. ഇതേ രംഗങ്ങളാണ് കണ്ടത്. അത് കണ്ടിട്ട് ഞങ്ങൾ ആരും ഇതുവരെ മാനസികമായിട്ട് ഞങ്ങൾക്ക് ആർക്കും പുറത്തിറങ്ങാനുള്ള മാനസികം ഇതുവരെയും മനസ്സ് വന്നിട്ടില്ല. ഇനി നാട്ടിൽ ഇറങ്ങുമ്പോൾ അറിയും എങ്ങനെയാണെന്ന് പ്രതികരണം. ഇതുവരെ അതിനുശേഷം ഇറങ്ങിയിട്ടില്ല. കാരണം എന്ന് പറയാൻ, മോനെ ഇത്രയൊക്കെ ചെയ്തല്ലേ, അപ്പോഴിനി കൊലയാളിയുടെ ഉമ്മയാണ് സഹോദരിയാണ് എന്ന് അവരെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പുറത്തെ ഇറങ്ങിയില്ലേ. എന്താണെങ്കിലും ഇത് ഇതുവരെയും പള്ളിക്കാരോ ആരും ഒന്നും ഇറങ്ങിയില്ല എന്ന് പറയും. ഇങ്ങനെ ഒരു കേസ് ആവുണ്ടായിരിക്കാം പള്ളിക്കാരും ആരും ഇറങ്ങിയില്ല. അവരടുത്ത് നമ്മൾ പോയില്ല, പറഞ്ഞുമില്ല. കാരണം അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അനുഭവിക്കട്ടെ, അത്രയല്ലേ പറയാൻ പറ്റൂ. ചെയ്തിട്ടില്ല. അവൻ കൊല്ലാൻ വേണ്ടി ഒരിക്കലും ചെയ്യില്ല. അത് ഏത് അഗ്നിയിൽ വേണമെങ്കിലും ഞാൻ കൈയിടാം, തീയിൽ കൈ വിട്ട് വേണമെങ്കിലും ഞാൻ സത്യം ചെയ്യാം. എൻ്റെ പൊന്നുമോൻ കൊല്ലാൻ വേണ്ടി ചെയ്യൂല. അബദ്ധത്തിലായിട്ട് എൻ്റെ മോൻ്റെ കൈപ്പിഴ പറഞ്ഞെങ്കിലേ ഉള്ളൂ. മക്കളെ, അവൻ മനഃപൂർവ്വം കൊല്ലൂല. കൊല്ലാനുള്ള മനസ്സ് അവനില്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ട്, അവനെ കുറിച്ച് അറിയാന്നുള്ളവർക്ക് അറിയാം. അവൻ കൊല്ലൂല. പിന്നെ എനിക്കറിയില്ല അവൻ്റെ കൈ കൊണ്ട് ഇത് എന്തരാണ് സംഭവിച്ചതെന്ന്. ദൈവത്തിന് മാത്രമേ അറിയാവൂ, എനിക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്കും ആവേശമുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്തരാണെന്ന് അറിയണമെന്ന് ഞങ്ങൾക്ക് ആവേശമുണ്ട്. പോലീസുകാരും വന്നിട്ട് എന്താ പറഞ്ഞത്? പോലീസുകാർ വന്നിട്ട് ഇടിച്ചതും അടിച്ചതും നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ചോദിച്ച് അവര് നമ്മളെ വിരട്ടിയിട്ടൊക്കെ പോയത്. മനഃപൂർവ്വം പറയാത്തയാണ് എന്നൊക്കെ ഉള്ള ഇതൊക്കെയാണ് ഞങ്ങളെ പറയുന്നത്. കുട്ടികളെ ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്ന് ഇതേപോലെ ന്യൂസിൽ നിന്ന് പറഞ്ഞിരിക്കണ്. അമ്മയും മോളെയും കൂടെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ ആണ് ന്യൂസിൽ നിന്ന് വിളിച്ച് പറഞ്ഞത്. അതുകൊണ്ട് ഇനി അവര് നിങ്ങളെ വിളിപ്പിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെളിവ് ഉണ്ടായാൽ നിങ്ങളെ കൊണ്ടുപോകും എന്നൊക്കെ ഉള്ള ഒരു
സംസാരങ്ങൾ അവർ സംസാരിച്ചിട്ട് ഇന്നലെ പോയായിരുന്നു. അവരെ കഴിവിന്റെ പരമാവധി അവർ വരട്ടെയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്തൊരു ചെയ്താലും നമുക്കറിയാന്നുള്ളതല്ലേ മക്കളെ നമ്മൾ പറയൂ, അല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കൂ. പിന്നെ അത് അങ്ങനെയൊക്കെ ആയി ഇങ്ങനെയൊക്കെ അങ്ങ് പോവേ. കൊച്ചുങ്ങളെ സ്കൂളിൽ തന്നെ വിട്ടിട്ടില്ലേ ഇതുവരെ. അപ്പോൾ അവർ പോലീസ് പൂട്ടി, വീട് പൂട്ടി താക്കോലും കൊണ്ട് പോയി. കുഞ്ഞുങ്ങളെ ബുക്കും യൂണിഫോമുകളും എല്ലാം അതിനകത്താ. സ്കൂളിൽ പോയിട്ട് സ്കൂൾ തുറന്നിട്ട് ഒരു ദിവസം പോലും കുട്ടികൾ സ്കൂളിൽ പോയിട്ടില്ല. അവരെ ഭാവിയും എല്ലാം കൊണ്ടും നശിച്ചു പോകുമെന്നാണ് തോന്നുന്നത്. കുഞ്ഞുങ്ങൾക്കെങ്കിലും എന്തെങ്കിലും ഒരു ജീവിതം വേണ്ടേ? കൊച്ചു കുഞ്ഞുങ്ങളല്ലേ അവരെന്ത് തെറ്റ് ചെയ്ത്? അതുപോലും നാട്ടുകാരും പോലീസും തിരിച്ചറിയുന്നില്ലല്ലോ എന്നാണ്. അതുകൊണ്ടാ സങ്കടം കൊണ്ടാ മക്കളെ നിങ്ങൾ കയറി വന്നപ്പോ അങ്ങനെ പറയുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചു കളയും. സങ്കടം കൊണ്ടാ പറഞ്ഞു. കുഴപ്പമില്ല.